പ്രിയൻ, ഈ കാശ്മീരിലെ ആക്രമണം സംബന്ധിച്ച് വന്നപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഒന്ന് മറന്ന പേരാണ് റാണ. റാണ ഇപ്പോൾ കൊച്ചിയിലെ തൻ്റെ ബന്ധങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നു NIA-യോട്. പലരും അതിൽ വരുന്നുണ്ട്. നമുക്കറിയാം, ആദ്യം ഒരു നടിയെക്കുറിച്ച് പറഞ്ഞു, പിന്നെ ഒരു ജഡ്ജിയെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ അയാളുടെ ബന്ധങ്ങൾ കൂടിക്കൂടി വരികയാണ്. കൊച്ചിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. അയാൾ താജ് ഹോട്ടലിൽ താമസിച്ചിരുന്നു. ഏതായാലും NIA കുറേ വിവരങ്ങൾ എടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പ്രിയ? ബിനു പറഞ്ഞതുപോലെ തന്നെയാണ്, കേരളവുമായിട്ട് ബന്ധപ്പെട്ട് റാണയ്ക്ക് വലിയ ബന്ധങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ പരിചയക്കാരെ കാണാനായിട്ട് റാണ കേരളത്തിൽ എത്തിയിരുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ ബിനു ആദ്യം പറഞ്ഞ കാര്യത്തിൽ, അതായത് നമ്മുടെ കാശ്മീരിലെ ആക്രമണത്തോടു കൂടി റാണയുടെ പേര് മറക്കുകയല്ല, റാണയുടെ പേര് കൂടുതൽ ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. കാരണം ആ ആക്രമണത്തിൽ റാണയെ ഇവിടെ കൊണ്ടുവന്നതുമായി ബന്ധമുണ്ടോ എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകളുണ്ട്. അതായത് പഹൽഗാമിൽ ആക്രമണം നടത്തിയതിന് പിന്നിൽ റാണയെ ഇന്ത്യയിൽ കൊണ്ടുവന്നതിൻ്റെ പ്രതികാരവും ഒരു കാരണമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇതുവരെ നമ്മളുടെ അന്വേഷണ ഏജൻസികളോ കേന്ദ്ര സർക്കാരോ ഇത്തരം റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചിട്ടില്ല. ഇനി കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തിൽ റാണ എത്തിയത് എന്തിന് എന്ന വിവരം ഇതുവരെയും ലഭിച്ചിട്ടില്ല. ചില പരിചയക്കാരെ കാണാനായിട്ടാണ് കേരളം സന്ദർശിച്ചത്. അതും കൊച്ചിയിലാണ് എത്തിയത്. കൊച്ചിയിൽ ആരെയൊക്കെ കണ്ടു എന്നുള്ളതിൻ്റെ വിലാസമടക്കം, ഏതൊക്കെയാണ് ആ വ്യക്തികൾ എന്നതടക്കം എല്ലാ റിപ്പോർട്ടുകളും NIA മുംബൈ പോലീസിനെ കൈമാറിയിട്ടുണ്ട്. മുംബൈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഡൽഹിയിലെത്തി NIA ആസ്ഥാനത്ത് പാർപ്പിച്ചിരിക്കുന്ന റാണയെ ചോദ്യം ചെയ്യുന്നുണ്ട്. ചോദ്യം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചില നിർണായക വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുംബൈ പോലീസ് കേരളത്തിലേക്ക് തിരിക്കുന്നത്. അതായത് കേരളത്തിൽ വന്ന ഈ അഡ്രസ്സുകളിലൊക്കെ ആരൊക്കെയാണ് ഉള്ളതെന്നും ഈ ആളുകളുടെ എല്ലാം ഐഡൻറ്റിറ്റി ശരിയാണോ എന്നുള്ളതുമെല്ലാം ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൽ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടിയുള്ളത്, മുംബൈ പോലീസ് ഈ വിവരങ്ങളൊന്നും തന്നെ കേരള പോലീസിന് കൈമാറിയിട്ടില്ല. ഞങ്ങൾ വരുന്നുണ്ടെന്നോ ആരെയൊക്കെ സന്ദർശിക്കുമെന്നോ ആരെയൊക്കെ കാണുമെന്നോ ഉള്ള വിവരങ്ങളൊന്നും കേരള പോലീസിന് നൽകിയിട്ടില്ല. എന്നാൽ മുംബൈ പോലീസ് ഇവിടെ വന്ന് കൃത്യമായിട്ട് ആരൊക്കെ ഉണ്ട് എന്നതടക്കം കണ്ടെത്തി അവരെ ചിലപ്പോൾ പിടിച്ചുകൊണ്ട് പോകാനും മതി, ഇല്ലെങ്കിൽ താൽക്കാലികമായെങ്കിലും ചോദ്യം ചെയ്യാം, നോട്ടീസ് ഇഷ്യൂ ചെയ്യാനും സാധ്യതയുണ്ട്. അങ്ങനെ വലിയ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ പല കാര്യങ്ങളിലും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റാണ പറയുന്ന വിവരങ്ങളിൽ പൂർണ്ണമായ കാര്യങ്ങൾ പോലീസോ അധികൃതരോ വെളിയിൽ വിട്ടാൽ നിലവിലുള്ള സംശയത്തിൻ്റെ നിഴലിലുള്ള ആൾക്കാർ മുങ്ങാനുള്ള ഇടയുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ. കേരളം എന്ന് പറയുന്നത് തീവ്രവാദത്തിൻ്റെ നഴ്സറിയാണ്. കാരണം ഇവിടെ വിത്ത് മുളപ്പിച്ച തീവ്രവാദികളാണ് മറ്റ് പലയിടത്തും ആസൂത്രകരായും ബോംബ് വയ്ക്കാനും പൊട്ടിക്കാനും തീവ്രവാദികളായും ഒക്കെ പോകുന്നത്. കാശ്മീരിൽ മരിച്ച മലയാളികൾ, അഫ്ഗാനിൽ പോയി മരിച്ച മലയാളികൾ, ISIS-ൽ ചേർന്ന മലയാളികൾ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആൾക്കാർ കേരളത്തിൽ നിന്ന് തീവ്രവാദത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. പല പല തീവ്രവാദ ക്യാമ്പുകൾ, സിമിയുടെ ക്യാമ്പുകൾ, ഈ പറയുന്ന അൽ-ഖ്വയ്ദയുമായിട്ട് ലഷ്കർ-ഇ തോയ്ബയൊക്കെ ആയിട്ട് LTTE ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ആൾക്കാർ പല ക്യാമ്പുകളിലും പങ്കെടുത്തതായും വിവരങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ പൂർവ്വകാല ചരിത്രം, കേരളത്തിൻ്റെ പൂർവ്വകാല ചരിത്രത്തിൽ തീവ്രവാദ ബന്ധത്തിൽ ആഴത്തിൽ കണക്ഷനുകൾ പല രീതിയിൽ പല തലങ്ങളിൽ ഉള്ളതുകൊണ്ട് തന്നെ കേരള പോലീസിൻ്റെ വിവരങ്ങൾ കൈമാറാനുള്ള സാധ്യതയും കുറവാണ്. കേരള പോലീസിലെ പച്ചവെളിച്ചം വിവാദമൊക്കെ നമുക്കറിയാമല്ലോ. അത്തരത്തിലുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ടും വിവരങ്ങൾ ചോരാമെന്നുള്ളത് കൊണ്ടും കേരള പോലീസിന് മുംബൈ പോലീസ് ഈ വിവരങ്ങളൊന്നും നൽകാൻ സാധ്യതയില്ല. എന്നാൽ ഡയറക്റ്റ് ആക്ഷനുമായി മുംബൈ പോലീസ് ഏത് നിമിഷവും കൊച്ചിയിലെത്തും എന്നുള്ളതാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു വിവരം. ഇനി മറ്റൊന്നുള്ളതെന്ന് പറഞ്ഞാൽ, പഹൽഗാമിലെ ആക്രമണത്തിൽ ഈ റാണയെ മോചിപ്പിക്കാൻ, അല്ലെങ്കിൽ റാണയെ ഇവിടെ ഇന്ത്യയിലേക്ക് മോചിപ്പിച്ച്, അമേരിക്കയിൽ നിന്ന് മോചിപ്പിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പകയുണ്ടോ എന്നുള്ളതും കൂടി വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. നേരത്തെ ഒരു നടിയുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ഉത്തരേന്ത്യയിൽ പല ഭാഗത്തും റാണ സഞ്ചരിച്ച മേഖലകളെ പറ്റിയിട്ട് NIA കൃത്യമായ വിവരം ക്രോഡീകരിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ദക്ഷിണേന്ത്യയിൽ കേരളം അടക്കമുള്ള മേഖലയിൽ എന്തിനെത്തി എന്നുള്ളത് കൂടെ അന്വേഷിക്കുന്നത്. മുംബൈയിലെ പ്രത്യേക അന്വേഷണ സംഘമാണ് റാണയെ ചോദ്യം ചെയ്തത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിലാണ് റാണ. കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കുകയാണ് മുംബൈയിൽ നിന്നുള്ള അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യം ചെയ്യൽ. ഇനി ഈ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ഇയാളെ തിഹാർ ജയിലിലേക്ക്, പഴയതുപോലെ അതീവ സുരക്ഷാ മേഖലയുള്ള ജയിലിലെ അതീവ സുരക്ഷാ മേഖലയിലേക്ക് മാറ്റാനും സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തീവ്രവാദി ആക്രമണത്തിന്, കാശ്മീർ തീവ്രവാദി ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ NIA-യുടെ ഡൽഹി ആസ്ഥാനത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്.
ഈ ഡേവിഡ് കോഡ്മാൻ ഹെൽഡി, ലഷ്കർ-ഇ തോയ്ബ സൈനിക ഉദ്യോഗസ്ഥർ എന്നിവരുമായിട്ടുള്ള അടുത്ത ബന്ധങ്ങളും ഇയാൾ വെളിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ NIA ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നിർണായകമായ വിവരങ്ങൾ വരുന്നുണ്ട്. കാരണം ഇതിൽ വലിയ ഈ റാണയെ കൊണ്ടുവന്നതിൽ പാകിസ്ഥാന് വലിയ ക്ഷീണമുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന് തീവ്രവാദികളുടെ പൂർണ്ണ പിന്തുണ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ തെളിവാണ്, ഒന്നാമത്തെ തെളിവാണ് റാണ. കാരണം റാണ അവിടുത്തെ റെഗുലർ ആർമിയിലെ സോൾജിയർ ആയിരുന്നു. റെഗുലർ ആർമിയിലെ സോൾജിയർ എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസർ. അയാൾ അവിടുത്തെ ഡോക്ടറായിരുന്നു, ക്യാപ്റ്റനായി സേവനമനുഷ്ഠിച്ച ആളാണ്. അതിനുശേഷമാണ് ലഷ്കർ-ഇ തോയ്ബയായിട്ട് ബന്ധപ്പെടുന്നത്. അങ്ങനെ പ്രവർത്തിച്ച് ഈ ഹെഡ്ലിയുമായിട്ടൊക്കെ നേരിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിന് ശേഷമാണ് ഇന്ത്യയിൽ മുംബൈ ആക്രമണത്തിൻ്റെ ആസൂത്രകനായി ഇയാൾ മാറുന്നത്. അങ്ങനെ ചുമതല ഏറ്റെടുത്താണ് ഇയാൾ അമേരിക്കയിൽ പോകുന്നതും അവിടെ നിന്ന് ഈ ഓപ്പറേഷനുകൾ കൃത്യമായി നടത്തുന്നത്. ഇന്ത്യക്ക് നേരെ ഉണ്ടായ വലിയ ഭീകരാക്രമണം, ഇതിൽ കൃത്യമായ പങ്ക് റാണയ്ക്കുണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായ പങ്ക് പാകിസ്ഥാനുണ്ട് എന്നാണ്. ISI ഇതിനകത്ത് കൃത്യമായ റോൾ വഹിച്ചിട്ടുണ്ട്. കാരണം ഒരു സൈനിക ഉദ്യോഗസ്ഥനെ ഇതിൽ ചുമതലപ്പെടുത്തുന്നു, കൃത്യമായ മേൽനോട്ടം വഹിക്കുന്നു, അതിനുശേഷം ഇന്ത്യയിൽ ആക്രമണം നടത്തുന്നു. ആ ആക്രമണം നടത്തിയതിൽ നേതൃത്വം കൊടുത്ത മുൻ സൈനിക ഉദ്യോഗസ്ഥനെ ഇന്ത്യ അമേരിക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങി ഇന്ത്യയിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുമ്പോൾ ഇവിടെ ഭീകരാക്രമണം ഉണ്ടാകുന്നു. കൃത്യമായി നമുക്ക് ചേർത്ത് വായിക്കാൻ കഴിയുന്ന വിവരങ്ങളാണ് ഓരോന്നിലുമുള്ളത്. അങ്ങനെ വരുമ്പോൾ തന്നെ പാകിസ്ഥാൻ പ്രതിക്കൂട്ടിലാവുന്ന സാഹചര്യം മുറുകുകയാണ്. അതുമാത്രമല്ല, പാകിസ്ഥാൻ ഈ റാണയുടെ ഒപ്പം പ്രിയൻ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു എന്നൊക്കെ പറയുന്നതിൽ പാകിസ്ഥാൻ അത് നിഷേധിച്ചിരുന്നു. അല്ല, എങ്ങനെ തെളിവുകളുണ്ടല്ലോ. റാണ തന്നെ പറയുകയല്ലേ ഞാൻ റെഗുലർ ആർമിയിലെ സൈനികനായിരുന്നു എന്നുള്ള കാര്യം. ഇതൊരിക്കലും അവരെ എല്ലാ കാലത്തും പാകിസ്ഥാൻ ഇങ്ങനെ നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ റെഗുലർ ആർമിയുടെ സോൾജേഴ്സിനെ അവർ അഫ്ഗാൻ താലിബാൻ ആക്കി പാകിസ്ഥാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് അയക്കുകയും അവിടെ അസ്ഥിരത ഉണ്ടാക്കുകയും എല്ലാം ചെയ്ത് അവസാനം അഫ്ഗാനികൾ അടിച്ചോടിക്കുകയായിരുന്നു പാകിസ്ഥാനികളാണ് അഫ്ഗാനിൽ പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ളത് ലോകത്തിന് മുഴുവനും അറിയാം. അതിനുശേഷമാണ് അഫ്ഗാനികൾ ആയുധമെടുക്കുന്നത്. അഫ്ഗാനികളുണ്ട്, മുല്ല ഉമറിനെ പോലുള്ള കൊടിയ തീവ്രവാദികൾ അവിടെ ഉണ്ടായിരുന്നു. ഈ ബിൻ ലാദൻ്റെയൊക്കെ നേതാവായിരുന്നു മുല്ല ഉമർ. അപ്പോൾ അങ്ങനെയുള്ള വലിയ തീവ്രവാദികളെല്ലാം തന്നെ അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇതിനെല്ലാത്തിനും ഒരു കുഴുത്തുരുമ്പെന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു തരം സ്വഭാവമാണ് പാകിസ്ഥാൻ എല്ലാ കാര്യത്തും കാണിക്കുന്നത്. ഏറ്റവും നീചമായിട്ടുള്ള, തീവ്രവാദികൾക്ക് പോലും ചെയ്യാൻ കഴിയാത്ത നീചമായ തീവ്രവാദ സ്വഭാവത്തെയാണ് പാകിസ്ഥാൻ കാണിക്കുന്നത്. പാകിസ്ഥാൻ മറ്റൊരു രാജ്യത്തിനകത്തേക്ക് തീവ്രവാദികളെ അയച്ച് അവിടെ ആക്രമണം ഉണ്ടാക്കി, അവിടെ അസ്ഥിരത ഉണ്ടാക്കി, അവിടെ പ്രശ്നങ്ങളുണ്ടാക്കി നിരന്തരമായി ഈ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കൊച്ചിയുമായി പോലും ബന്ധപ്പെട്ട റാണ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ റാണ പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നിന്ന് ആരെങ്കിലും അറസ്റ്റിലാവുകയാണെങ്കിൽ കേരളത്തിലെ ടെററിസത്തിൻ്റെ അല്ലെങ്കിൽ തീവ്രവാദത്തിൻ്റെ ബന്ധം കൃത്യമായി വീണ്ടും അവലോകനം ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.